സ്റ്റോക്ക് ട്രേഡിങ്ങിലൂടെയാണോ എനിക്ക് പണക്കാരനാകാൻ പറ്റുക, അതല്ലെങ്കിൽ സ്റ്റോക്ക് ഇൻവെസ്റ്റിങ്ങിലൂടെയാണോ എനിക്ക് പണക്കാരനാകാൻ പറ്റുക? അനന്തു വളരെ ആകാംക്ഷയോടുകൂടി എൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അപ്പോൾ ഞാൻ അനന്തുവിൻ്റെ അടുത്ത് പറഞ്ഞു, അതിനെക്കുറിച്ച് മനസ്സിലാവണമെങ്കിൽ മറ്റു കുറച്ച് കാര്യങ്ങൾ അതിന് മുൻപ് നീ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ്? രണ്ട്, ഫണ്ടമെന്റൽ വേഴ്സസ് ടെക്നിക്കൽ അനാലിസിസ്. മൂന്ന്, ട്രേഡിംഗ് ഓർ ഇൻവെസ്റ്റിംഗ്. സോ ദിസ് ഈസ് ക്ലാസ് 6 ഓഫ് പേഴ്സണൽ ഫൈനാൻസ് സീരീസ്. ഐ എം നിഖിൽ കാരോത്ത്. വെൽക്കം ടു പെർക്യാപ് പേഴ്സണൽ ഫൈനാൻസ് അക്കാദമി. ഒന്ന്, എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ്? സ്റ്റോക്ക് മാർക്കറ്റ് എന്നാൽ ഏതൊരു മാർക്കറ്റിനെയും പോലെ തന്നെ ഒരു മാർക്കറ്റാണ്. നിങ്ങൾ സ്ഥിരം പോകാറുള്ള പച്ചക്കറി മാർക്കറ്റില്ലേ, അതുപോലെ തന്നെ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ പച്ചക്കറി മാർക്കറ്റിൽ പലതരം പച്ചക്കറികളുണ്ട്. അത് വിൽക്കാനുള്ള ആളുകൾ അവിടെ വരാറുണ്ട്, അത് വാങ്ങാനുള്ള ആളുകളും അവിടെ വരാറുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിൽ പച്ചക്കറികൾക്ക് പകരം പല കമ്പനികളുടെയും സ്റ്റോക്കുകളാണ് ഉണ്ടാവുക. സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴിയാണ് ഈ സ്റ്റോക്കുകൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നത്. ഇന്ത്യയിൽ പ്രധാനമായിട്ടും 2 സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണുള്ളത്. ഒന്ന് NSE അഥവാ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, 2 BSE അഥവാ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. NSEയുടെ ഇൻഡെക്സ് നിഫ്റ്റിയും BSEയുടെ ഇൻഡെക്സ് സെൻസെക്സുമാണ്. നിങ്ങൾക്ക് ഡയറക്റ്റ് എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യാൻ സാധിക്കുകയില്ല. അവിടെ നിങ്ങളെയും എക്സ്ചേഞ്ചിനെയും തമ്മിൽ കണക്ട് ചെയ്യാൻ ഇടയിൽ ഒരു ബ്രോക്കർ ഉണ്ടാവും. നമ്മൾ ട്രേഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആപ്പുകളാണ് ആ ബ്രോക്കേഴ്സ്. എല്ലാം കേട്ട് നിശബ്ദനായിരുന്ന അനന്തു പെട്ടെന്ന് എഴുന്നേറ്റ് ചോദിച്ചു, എനിക്ക് എക്സ്ചേഞ്ചും ബ്രോക്കറും എല്ലാം മനസ്സിലായി, അതിൻ്റെ ഇടയിൽ ഇൻഡെക്സ് എന്നൊന്ന് പറഞ്ഞല്ലോ, അതെന്താ? അപ്പൊ ഞാൻ തിരിച്ച് അനന്തുവിൻ്റെ അടുത്ത് ചോദിച്ചു, നീ താമസിക്കുന്ന നഗരത്തിലെ ഇപ്പോഴത്തെ ട്രാഫിക്കിന്റെ അവസ്ഥ എന്താണ് എന്ന് ഞാൻ നിന്നോട് ചോദിച്ചാൽ, ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ റോഡുകളിലൂടെ പോയിട്ട് എന്താണ് അവിടുത്തെ ട്രാഫിക്കിന്റെ അവസ്ഥ എന്ന് മനസ്സിലാക്കിയിട്ട് പറയുന്നതാണോ, അതല്ലെങ്കിൽ പ്രധാനപ്പെട്ട 1, 2, 3 റോഡുകളെ വെച്ചുകൊണ്ട് ആ നഗരത്തിന്റെ അപ്പോഴത്തെ ട്രാഫിക് അവസ്ഥ എന്താണ് എന്ന് പറയുന്നതാണോ ഏറ്റവും ഈസി ആയിട്ടുള്ള കാര്യം? അപ്പൊ അത് വെച്ച് നമുക്ക് വിലയിരുത്താൻ പറ്റും ഓരോ റോഡുകളിലും ആ പ്രധാന റോഡുകളിലെക്കാട്ടിലും ട്രാഫിക് കൂടുതലാണോ കുറവാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇതുപോലെ തന്നെയാണ് ഇൻഡെക്സുകളും. സ്റ്റോക്ക് മാർക്കറ്റിലെ പ്രധാനപ്പെട്ട സ്റ്റോക്കുകളുടെ ആവറേജ് വെച്ചുകൊണ്ടാണ് ഒരു ഇൻഡെക്സ് ഫോം ചെയ്യുന്നത്. ഈ ഇൻഡെക്സ് നോക്കിയാൽ മാർക്കറ്റിലെ ട്രെൻഡും അന്നേ ദിവസത്തെ മാർക്കറ്റ് സെന്റിമെന്റ്സും എല്ലാം നമുക്ക് വിലയിരുത്താൻ പറ്റും. നിഫ്റ്റി 50 എന്നാൽ NSEയിലെ ടോപ്പ് 50 കമ്പനീസിന്റെ വെയ്റ്റഡ് ആവറേജും, സെൻസെക്സ് എന്നാൽ BSEയിലെ ടോപ്പ് 30 കമ്പനീസിന്റെ വെയ്റ്റഡ് ആവറേജുമാണ്. ഇത്രയും പറഞ്ഞതിലൂടെ അനന്തുവിന് ആ കാര്യങ്ങളെ കുറിച്ച് കൃത്യമായി മനസ്സിലായി. പിന്നീട് ഞാൻ അനന്തുവിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തത് ട്രേഡിങ്ങും ഇൻവെസ്റ്റിങ്ങും എന്താണ് എന്നുള്ള കാര്യമാണ്. ട്രേഡിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം പറയാനുള്ളത് ഇൻട്രാഡേ ട്രേഡിങ്ങിനെ കുറിച്ചാണ്. ഇന്ത്യയിൽ സ്റ്റോക്ക് മാർക്കറ്റ് തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 9:15 മുതൽ വൈകിട്ട് 3:30 വരെയാണ് നമ്മളെ പോലെയുള്ള റീറ്റെയിൽ ട്രേഡേഴ്സിന് ട്രേഡ് ചെയ്യാൻ അനുവദിക്കപ്പെട്ട സമയം. ഈ സമയത്തിനുള്ളിൽ ട്രേഡിൽ എൻട്രി ചെയ്ത് എക്സിറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ട്രേഡുകളെയാണ് നമ്മൾ ഇൻട്രാഡേ ട്രേഡിംഗ് അഥവാ ഡേ ട്രേഡിംഗ് എന്ന് പറയാറുള്ളത്. നിങ്ങളൊരു ട്രേഡിൽ എൻട്രി ചെയ്ത് ഏതാനും ദിവസങ്ങൾ മുതൽ ഏതാനും മാസങ്ങൾ വരെ ഹോൾഡ് ചെയ്ത് എക്സിറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ട്രേഡുകളെ സ്വിംഗ് ട്രേഡിംഗ് എന്നുമാണ് പറയാറുള്ളത്. ഇൻവെസ്റ്റിംഗിൽ നിങ്ങളൊരു സ്റ്റോക്ക് വാങ്ങി അത് ഏതാനും വർഷങ്ങളിലേക്ക് ഹോൾഡ് ചെയ്യുന്നു. ലോങ് ടേമിൽ അതുവഴി നിങ്ങൾക്ക് നല്ല ലാഭവും ഉണ്ടാവും. ഇത് കേട്ട അനന്തു പെട്ടെന്ന് തന്നെ 1 അല്ല 2 ചോദ്യങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചു. ഒന്ന്, ഏതൊക്കെ സ്റ്റോക്കുകളിലാണ് ട്രേഡ് ചെയ്യുക, ഏതൊക്കെ സ്റ്റോക്കുകളിലാണ് ഇൻവെസ്റ്റ് ചെയ്യുക? രണ്ടാമത്തത്, ഞാൻ ട്രേഡ് ചെയ്യണമോ അതല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യണമോ? ഇത് കേട്ട ഞാൻ അനന്തുവിനോട് പറഞ്ഞു, ഇതിനുള്ള ഉത്തരം കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം നീ ഫണ്ടമെന്റൽ അനാലിസിസ് എന്താണെന്നും ടെക്നിക്കൽ അനാലിസിസ് എന്താണെന്നും മനസ്സിലാക്കണം. ടെക്നിക്കൽ അനാലിസിസ് എന്നാൽ ഒരു കമ്പനിയുടെ ചാർട്ടിലേക്ക് നോക്കി ചാർട്ട് പാറ്റേൺസിന്റെയും ഇൻഡിക്കേറ്റേഴ്സിന്റെയും പ്രൈസ് ആക്ഷന്റെയും ഒക്കെ സഹായത്തോടു കൂടി ട്രേഡ് ചെയ്യുന്ന രീതി. ഫണ്ടമെന്റൽ അനാലിസിസ് എന്നാൽ ഒരു കമ്പനി എങ്ങനെയാണ് ബിസിനസ് ചെയ്യുന്നത് എന്ന് തിരിച്ചറിയുന്നത്. അതിനായിട്ട് ആ കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ്, സെയിൽസ് ഡാറ്റ, ബാലൻസ് ഷീറ്റ് എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അനലൈസ് ചെയ്തുകൊണ്ട് ആ കമ്പനി ലോങ് ടേമിൽ വളരാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയുക. ടെക്നിക്കൽ അനാലിസിസ് ട്രേഡ് ചെയ്യാനും ഫണ്ടമെന്റൽ അനാലിസിസ് ഇൻവെസ്റ്റ് ചെയ്യാനുമാണ് നമ്മൾ ഉപയോഗിക്കുക. രണ്ടാമത്തെ ചോദ്യം, അതായത് ഇൻവെസ്റ്റ് ചെയ്യണമോ ട്രേഡ് ചെയ്യണമോ? ഇതിനുള്ള ഉത്തരം രണ്ടാണെങ്കിലും പഠിച്ചുകൊണ്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ട്രേഡിങ്ങിലേക്ക് കാലെടുത്ത് വെക്കുന്നതിന് മുൻപ് ടെക്നിക്കൽ അനാലിസിസ് വളരെ നന്നായിട്ട് പഠിച്ചിരിക്കണം. അതല്ലാത്ത പക്ഷം പണം നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതേപോലെ തന്നെ ഇൻവെസ്റ്റിംഗിലേക്ക് കാലെടുത്ത് വെക്കുന്നതിന് മുൻപ്
കൃത്യമായ ഫണ്ടമെന്റൽ അനാലിസിസ് ചെയ്യാൻ പഠിച്ചിട്ട് മാത്രമേ അതിന് ഇറങ്ങി പുറപ്പെടാൻ പാടുള്ളൂ. ട്രേഡിംഗ് ആണെങ്കിലും ഇൻവെസ്റ്റിംഗ് ആണെങ്കിലും കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണമാണ്, ഒരിക്കലും അത് നഷ്ടപ്പെടുത്താൻ പാടില്ല. ഇത് കേട്ട അനന്തു അത്രയും നേരം ഉണ്ടായിരുന്ന കുട്ടികളികളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, ഇനി ഞാൻ ഇൻവെസ്റ്റിംഗിലേക്ക് കാലെടുത്ത് വെക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടതുള്ളത്? ഒരു ചെറിയ പുഞ്ചിരിയോടുകൂടി ഞാൻ അനന്തുവിൻ്റെ അടുത്ത് പറഞ്ഞു, ഇനി നീ ETF എന്താണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് പറയാനുള്ളതും ചോദിക്കാനുള്ളതും കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. I'll see you in the next video. Take care.